ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു നോൺ വെജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കറിയുടെ ഫിഷ് കറിയാണ്. ഫിഷുകളിൽ ഏറ്റവും ചെറിയ മീനായ നെത്തോലി ഇല്ലേ, അത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഈ വലിയ മീനുകളെക്കാളും ചെറിയ മീൻ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നെത്തോലിയാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒരു കറി ഉണ്ടാക്കാം, നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. തേങ്ങയൊന്നും ചേർക്കാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ലൊരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇത്രയും നെത്തോലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ്. കണ്ടോ, ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഇവിടെ തലയുടെ ഭാഗമോ ഇങ്ങനെ വാലൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഈ നെത്തോലി കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണിത്, ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, 2 മീഡിയം സൈസ് ടൊമാറ്റോ ആണിത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ആവശ്യമുണ്ട്. നമുക്കിനി ഇത് ചെയ്യേണ്ടത്, ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ. ഇനി ഈ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് വലിയ ജീരകം, പെരുംജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള അപ്പാട് തന്നെ എടുത്തതാണ്. ഇതുപോലെ തന്നെ അങ്ങിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്തത് ചെയ്യേണ്ടത്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനൊരു 10 അല്ലി, അത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറു മീനുകൾ കഴിക്കുന്നത് വളരെ നല്ലതായിട്ടോ. ഇതുപോലെ കറി വെച്ചിട്ടൊക്കെ. ഞാനിത് തേങ്ങ ചേർക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. തേങ്ങ അരച്ചിട്ടും നമുക്ക് കറി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളിയൊന്നും കട്ട് ചെയ്യാതെ ഇട്ടത്, നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്, അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് വാടി വന്നിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വാടി വരുമ്പോഴും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവില്ലാത്ത നല്ല കളർ കിട്ടുന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാനൊരു ചെറിയ സ്പൂണ് മുളക് പൊടി, സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ എല്ലാവരുടെയും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം കേട്ടോ. ലൈറ്റിൻ്റെ വെളിച്ചമുള്ളത് കൊണ്ട് കളറ് കിട്ടുന്നില്ല കേട്ടോ ശരിക്കും. നമുക്കിത് വഴറ്റി കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പൊടികൾ കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. പൊടികളുടെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ.
തണുക്കാനായി മാറ്റി വെച്ച ഈ കൂട്ട് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പെരിഞ്ചീരകമൊക്കെയുള്ള ഈ കൂട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലൊരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് 1/4 സ്പൂണ് ഉലുവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഞാനൊരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കറിയിലൊക്കെ അത്രയും നല്ലതാണ്. പക്ഷെ നാടൻ കറിവേപ്പില ആയിരിക്കണം, അത്രയേ ഉള്ളൂ. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. നമ്മൾ തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒക്കെ ചേർത്ത് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ആവണ്ട, അപ്പോൾ നമുക്ക് കറിയുടെ ടേസ്റ്റ് പോവും. ഇനി ഇതിലേക്ക് ഞാൻ വാളംപുളി, അതായത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വാളംപുളിയൊക്കെ ചേർക്കുമ്പോൾ അലൂമിനിയം പാത്രമോ ഇരുമ്പ് പാത്രമോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. മൺപാത്രം ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, മൺചട്ടി ആണെങ്കിൽ വളരെ നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് നെത്തോലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തതല്ലേ, നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റിൻ്റെ വെളിച്ചം അടിക്കുന്നതുകൊണ്ട് കളർ കാണത്തില്ല കേട്ടോ. ഫോട്ടോയിൽ എടുത്താൽ കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെത്തോലി, എടുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. നെത്തോലി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ നെത്തോലി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കൊന്നിത് മൂടി വയ്ക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അടി പിടിക്കാതെ ജസ്റ്റ് ഒന്ന്, അധികം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല, മീനൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോവും. ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നത്തോലി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, കുഞ്ഞു മീനല്ലേ. ഒരു 10 മിനിറ്റും കൂടെ മതിയാവും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ മൺചട്ടി തന്നെ ഇരുന്നോട്ടെ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
കേട്ടോ. മൺചട്ടി തന്നെ കിടക്കുമ്പോഴാണ് നമ്മുടെ മീൻ കറിക്ക് ഏത് കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തനി നാടൻ സ്റ്റൈലിലുള്ള നമ്മുടെ നെത്തോലി കറി, ഫിഷ് കറി. താങ്ക്സ് ഫോർ വാച്ചിങ്.